നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ട് ചോക്ലേറ്റ് ആണ് വീട്ടിൽ. അപ്പോൾ അതിനുവേണ്ടി എടുത്തേക്കുന്നത് അമൂൽ കൗ മിൽക്ക്, ഹെർഷീസിൻ്റെ ഹോട്ട് ചോക്ലേറ്റ് പൗഡർ, പിന്നെ ഡേവിഡോഫിൻ്റെ കോഫി. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാനിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള പാല് തിളപ്പിച്ചെടുക്കാം. ഞാൻ എടുത്തേക്കണ അമൂൽ കൗ മിൽക്കാണ്. 4% ആണ് അതിൻ്റെ അകത്ത് ഫാറ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് മിൽക്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കുറച്ചും കൂടി ക്രീമി മിൽക്ക് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും, പക്ഷേ എനിക്ക് അത്രയും വേണ്ട. അടുത്തത് നമുക്കൊരു കപ്പിലോട്ട് കുറച്ച് ഹെർഷീസിൻ്റെ, കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡാർക്ക്, കുറച്ചും കൂടി ഒരു ഡാർക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ട്. കാരണം നമുക്ക് ഈ 2 സ്പൂൺ, ഇത് ഏകദേശം 2 സ്പൂണ് അത് ആഡ് ചെയ്താൽ മതിയാവും. പാലിനനുസരിച്ചാണ് നമ്മൾ ചേർക്കണേ. ഒരു കപ്പൊക്കെ ആകുന്നിടത്ത് 2 സ്പൂൺ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു തിക്ക് ക്രീമി ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടു. നമ്മൾ പാൽ ഏകദേശം തിളച്ച് റെഡിയായി. പാല് കുറച്ചും കൂടിയിട്ട് തിളപ്പിച്ചൊന്ന് കുറുക്കി ക്രീമി രീതിയിലൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ക്രീം മിൽക്കില്ലേ അതൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രീമി ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ പെട്ടെന്നുള്ള ഇതുകൊണ്ടിട്ട് സാധാരണ നോർമൽ മിൽക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റിൻ്റെ പൗഡർ നമ്മൾ ഗ്ലാസ്സിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാൽ, ഏകദേശം ഒരു 2 സ്പൂൺ പാൽ ആ മിക്സിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബീറ്റർ ഉണ്ടെങ്കിൽ, ചെറിയ ബീറ്റർ ഉണ്ടെങ്കിൽ, ഹാൻഡ് ബീറ്റർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല, സാധാരണ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്താണ് കൊടുക്കണം. കാരണം അതിൻ്റെ അകത്ത് കുറച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ കട്ടകളൊക്കെ പൊടിക്കണം. ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ. ആ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് വേവിപ്പിച്ച് കൊടുക്കണം ആ ചെറിയ ഇത്തിരി പാലിൻ്റെ അകത്ത്. എന്നിട്ട് അത് നന്നായിട്ട് ഏകദേശം അലിഞ്ഞ് കഴിയാൻ നേരത്ത് നമുക്ക് അതിലോട്ട് ബാക്കിയുള്ള പാലും കൂടി ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത്ര സിമ്പിളാട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി ലാസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഞാൻ അധികം ഡാർക്ക് ഫ്ലേവറിലല്ല എടുത്തേക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 1 സ്പൂൺ വരെ 2 സ്പൂൺ എടുത്ത് കഴിഞ്ഞാൽ നല്ല ചോക്ലേറ്റ് ഫ്ലേവർ കിട്ടും. അതിലേക്ക് എന്ത് ചെയ്യണം, ലാസ്റ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു ചെറിയൊരു സ്പൂണൊന്നും വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് തൂവി കൊടുക്കുക. അത് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ നല്ല ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുത്തേ ഉള്ളൂ. ആ ഒരു ഫ്ലേവർ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രോസസ്സ്. നമ്മളിപ്പോൾ നേരത്തെ ഒരു കോഫീൻ്റെ ഇത് കാണിച്ചായിരുന്നല്ലേ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഫി ഇത്തിരി അതിന് മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ കിട്ടും കേട്ടോ. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇപ്പം ആഡ് ചെയ്യണില്ല. കോഫിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ഇത്തിരി കോഫിയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹായ്, അപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് വീട്ടിലുണ്ടാക്കിയേക്കാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എനിക്ക് കുറച്ച് പറയാനുള്ളത്, ഞാൻ വരണത് ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്. നാട്ടിൽ നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വൈക്കം എന്ന് പറയും. അപ്പം നമ്മൾ ഇവിടെ നാട്ടിൽ നിന്നപ്പം ഈ ഹോട്ട് ചോക്ലേറ്റിനെ പറ്റിയിട്ടൊന്നും കേട്ടിട്ടില്ല. അത് കേട്ടാൽ തന്നെ നമ്മൾ എന്താ വിചാരിക്കുക, അത് എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ എന്തെങ്കിലും സാധനമാണെന്ന് വിചാരിക്കും. ആക്ച്വലി ചോക്ലേറ്റ് സംഭവം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഫസ്റ്റ് ഞാൻ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ച ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാനിവിടെ മുംബൈയിൽ വന്നതിന് ശേഷം ഹസ്ബൻഡുമായിട്ട് ഞങ്ങൾ മൂവിക്ക് പോയി, നമ്മുടെ PVR ഐനോക്സിൽ. അവിടെ പോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഞാനിത് ട്രൈ ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെപ്പോൾ പോയാലും നമ്മൾ ട്രൈ ചെയ്യും. അതിൽ അവിടുത്തേനേക്കാൾ എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് നമ്മൾ മാക്ഡിയിലെ ഹോട്ട് ചോക്ലേറ്റ് നല്ലതാണ്. അതേപോലെ സ്റ്റാർബക്സിലെ നല്ലതാണെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഇത് പറയാം. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, നിങ്ങളൊരു കപ്പ് ശ്രദ്ധിച്ചോ, കണ്ടോ, കുറച്ച് സിംഹക്കുട്ടിയൊക്കെ ആയിട്ടിരിക്കണേ, നല്ല ഭംഗിയില്ലേ. ഇതൊരു യൂഷ്വൽ പ്രിൻറ്റഡ് കപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാം. പക്ഷേ ഇതിൻ്റെ ബിഹൈൻഡ് ഒരു സ്റ്റോറി ഉണ്ട്. ഇതെന്ന് പറയണത്, ഞങ്ങൾ മോൻ്റെ 2nd ബർത്ത്ഡേക്ക് ഗുജറാത്തിൽ പോയായിരുന്നു. അപ്പം ഗുജറാത്ത് അറിയാമല്ലോ, കുറേ ഒരു അത്യാവശ്യം വലിയൊരു സ്റ്റേറ്റാണ്.
നമ്മുടെ ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചറാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ആക്ച്വലി പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംനാഥ്, അവിടെ നമ്മുടെ ഫസ്റ്റ് ജ്യോതിർലിംഗമായ സോംനാഥിൽ പോയതാണ് മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഹോട്ടലിൽ റൂം എടുക്കണം. അവിടെ ചെന്ന് റൂം എടുത്തു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് അവർക്ക് പാക്കേജ് ഉണ്ടെന്ന് കാണിച്ചത്. അപ്പോൾ വിചാരിച്ചു ഓക്കെ, നമ്മളിവിടെ 2 ദിവസമുണ്ട്, നമുക്കവിടെ അമ്പലത്തിലല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ കൂടി ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് ഗിർ ഫോറസ്റ്റ് ഉണ്ടല്ലോ, ഗിർ ഫോറസ്റ്റിൽ ആക്ച്വലി അതൊരു നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ സിംഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ നാഷണൽ പാർക്കാണ് ഗിർ എന്ന് പറയുന്നത്. സാസൻ ഗിർ എന്ന് പറഞ്ഞിട്ടുള്ള ഗുജറാത്തിലെ സ്ഥലത്താണ് ഇതുള്ളത്. അത് മൊത്തം ഐ തിങ്ക് ഗിർനാർ എന്നൊക്കെ പറയണമെന്നും അതിൻ്റെ അടുത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഇതാണ്, പിൽഗ്രിമേജ് ആണെന്ന് തോന്നുന്നു ഗിർനാർ. അപ്പോൾ അവിടെ മൊത്തത്തിൽ സംരക്ഷിക്കണത് സിംഹങ്ങളെയാണ്. ഗിർ സിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളവിടെ പോയപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പോക്കായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായിപ്പോയി. നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സിംഹങ്ങളെന്ന് അത്ര ക്ലോസ് ലുക്കിലൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ എന്നാലും അവരിങ്ങനെ ഫാമിലി ആയിട്ട് റെസ്റ്റ് ചെയ്യണതും ഇതൊക്കെ നമുക്ക് അവരുടെ ഇങ്ങനെ സഫാരി സർവീസ് ഉണ്ടാവുമല്ലോ അവിടുത്തെ ബസ്സിൽ പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ അവിടെ എന്താ പറയുക, അവരുടെ നാച്ചുറൽ ഇതിൽ തന്നെയാണ് കേട്ടോ, അവരുടെ എൻവയോൺമെൻറ്റിൽ തന്നെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യണത്. അപ്പം നല്ല എന്താ പറയുക, ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നിങ്ങളൊക്കെ ഗുജറാത്തിലൊക്കെ പോകാൻ ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വേറെ സ്റ്റേറ്റുകൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ഗിർ. അത് വെറുതെ കാണുന്നതിനൊക്കെ കൂടുതൽ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താ പറയുക, പുതിയൊരു കാര്യത്തെ പറ്റിയുള്ള അറിവ്, പുതിയൊരു സ്റ്റേറ്റ്. പിന്നെ പോകാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ വരണ്ട ക്ലൈമറ്റുള്ള സമയമുണ്ടല്ലോ, അതായത് സമ്മർ സീസൺ, ആ സീസണിലൊന്നും പോകരുത്. അവിടുത്തെ ചൂടൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് താങ്ങാനൊന്നും പറ്റില്ല. ഒരു മഴയത്തും പോകരുത്. മഴയും നല്ല ഹെവി ആയിട്ട്, നമ്മുടെ നാട്ടിൽ ഹെവിയാണ്, അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല ഹെവി ആയിട്ട് വരണതാണ്. തണുപ്പത്തും പോകരുത്. തണുപ്പും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഏരിയയാണ്, അതൊക്കെ സഹിക്കാൻ പറ്റുന്നവർ പോയാൽ മതി. അപ്പം ഈ മഴയും കഴിഞ്ഞു തണുപ്പൊക്കെ എന്താ പറയുക, തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു സമയമുണ്ടല്ലോ, ആ സമയമാണ് ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് കഴിയാൻ നേരത്ത് ഫുള്ള് ഗ്രീനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു എന്താ പറയുക, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും അവിടെ ആ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെ ഗുജറാത്ത് ഞങ്ങൾ പോയത് സോംനാഥിൽ പോയി. സോംനാഥിൻ്റെ സ്ഥലമൊക്കെ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് കേട്ടോ. അവിടുത്തെ ടെമ്പിളും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ സൺസെറ്റ് പോയിൻ്റൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫോൺസൊന്നും അലൗഡല്ല, നമുക്ക് അമ്പലത്തിൽ ഫോൺസൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതിപ്പം ഞങ്ങൾ ഹിന്ദു റിലീജിയനിൽപ്പെട്ട ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇപ്പം അല്ലാതെ ബാക്കിയുള്ളവർക്കും പറ്റിയ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ബാക്കിയുള്ളവരും വേറൊരു സ്റ്റേറ്റ് പോയി എക്സ്പ്ലോർ ചെയ്യുക, നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക. ഓരോ യാത്രകളും നമുക്ക് കുറേ അധികം ഇൻഫർമേഷൻസ് തരാറുണ്ട്. നമ്മൾ വായിച്ച് കേട്ടുള്ള അറിവിനേക്കാൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതായിരിക്കും നമ്മൾ കണ്ടറിഞ്ഞിട്ടുള്ള അറിവുകൾ. അപ്പോൾ അതുകൊണ്ടിട്ട് ശരിക്കും എന്താണ് നമ്മുടെ ഭാരതം, എത്ര ഡിഫറെൻറ്റ് കൾച്ചറാണ് ഇവിടെ നമ്മൾ ഇത് ചെയ്യണത് എല്ലാവർക്കും അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വെച്ചേക്കണത്, അല്ലെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ മീഡിയയൊക്കെ കൊണ്ടുവന്ന് കാണിക്കണത്, അതൊക്കെ എത്രത്തോളം പൊട്ടത്തരാണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും വേറെ സ്റ്റേറ്റിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്ത്. ഞങ്ങൾ ആക്ച്വലി ഈ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല എൻ്റെ കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് പോയത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഈ ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഞങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടിട്ട് അവന് വലിയ കാര്യമായിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. വെറുതെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുക, കേക്ക് കട്ട് ചെയ്യുക, ആഹാരം കൊടുക്കുക, പോകുക, അല്ലാതെ എന്താണ് അവന് കിട്ടുന്നത്. പക്ഷേ നമ്മൾ അതിന് പകരം നമ്മൾ എന്താ പറയുക, ഓരോ സ്റ്റേറ്റിൽ പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് കുറച്ചും കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരായത് കാരണം ഞങ്ങൾ വിചാരിച്ചാണ് ജ്യോതിർലിംഗങ്ങൾ, അതായത് നമ്മുടെ ഹിന്ദു റിലീജിയനിൽ നമുക്ക് 12 ജ്യോതിർലിംഗങ്ങളുണ്ട്.
അപ്പോൾ 12 ജ്യോതിർലിംഗങ്ങളും ഇന്ത്യയുടെ പല പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഓരോ വർഷം അറ്റ്ലീസ്റ്റ് ഓരോന്നെങ്കിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സ്റ്റേറ്റിൽ പോകും. അതിനോടനുബന്ധിച്ചുള്ള സാധനങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിപ്പം സോംനാഥിൽ പോയിട്ടാണ് ഗിറി പോയത്. ഗിറി പോയി പിന്നെ അവിടെ തന്നെ നാഗേശ്വർ എന്ന് പറഞ്ഞിട്ട് വേറൊരു ജ്യോതിർലിംഗമുണ്ട്, അവിടെ വിസിറ്റ് ചെയ്തു. പിന്നെ ദ്വാരക, മറ്റേ ശ്രീകൃഷ്ണൻ്റെ ദ്വാരക, അവിടെ പോയി. ബേട്ട് ദ്വാരകയിൽ പോയി. അതൊക്കെ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ്, ഡിഫറൻറ്റ് കൾച്ചർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങൾ ഗുജറാത്തി, ഞാൻ പറഞ്ഞില്ലേ സോംനാഥിൽ പോയതിൻ്റെ കുറച്ച് ഫോട്ടോസാണേ. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഗിർ ഫോറസ്റ്റ്, ഇത് നാഷണൽ പാർക്ക്, പിന്നെ സോംനാഥ് ടെമ്പിളൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. നിങ്ങൾ ഫോട്ടോസിൽ നോക്കൂ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഞാൻ പറയില്ലേ, നിങ്ങൾ സമയമൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം കേട്ടോ. കാരണം നമ്മുടെ ക്ലൈമറ്റിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് എക്സ്ട്രീം ക്ലൈമറ്റാണേ. ഈ സിംഹത്തിനെ കണ്ടോ, അത് ഗിറിലെ തന്നെ നമ്മുടെ നമ്മൾ ചെല്ലാൻ നേരത്ത് തന്നെയുള്ളൊരു ഇതാണ് കേട്ടോ. അവിടെ കുറേ വേറെ ഇത് സിംഹത്തിനെ പോലെ തന്നെ വേറെ ഇൻസ്റ്റലേഷനൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ മാനുകൾ നമ്മൾ പോകാൻ നേരത്തെ, ഈ വണ്ടിയിൽ പോകാൻ നേരത്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള എന്താ പറയുക, നമുക്ക് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ സൂവിൽ പോകാൻ നേരത്ത് നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സൂവിൻ്റെ പോലെ എന്താ മൃഗങ്ങളെ നമ്മളിങ്ങനെ കൂട്ടിലിട്ട് ഇതൊന്നുമല്ല, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. അടുത്ത ഫോട്ടോ ഒന്ന് നോക്കട്ടോ. ശരിക്കും ആ ഒരു മരത്തിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്താൽ കേട്ടോ. നമ്മുടെ സിംഹത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ കിടക്കുന്നത്. ശരിക്കും വിസിബിൾ അല്ല. അതേമാതിരി നമ്മളിങ്ങനെ പോകുന്ന സമയത്തെ ഇങ്ങനെ പല 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 മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഗിറിലോട്ട് പോകുന്ന വഴിക്ക് പല പല സൈൻ ബോർഡ്സും ഉണ്ടാകും. ഇവിടെ ഇതിൻ്റെ ക്രോസിംഗ് ആണ്, സൂക്ഷിച്ച് പോകണം. അതേപോലെ അവിടുത്തെ ഫേമസ് എന്താ പറയുക, ഈ പോണ വഴിക്ക് ഫുള്ള് ഗുജറാത്തിലെ ഫേമസ് ഇതാണ് കേട്ടോ, നമ്മുടെ കേസർ മാംഗോ, ഗുജറാത്ത് റോയൽ കേസർ എന്ന് പറയുന്നത്. ഭയങ്കര എക്സലൻറ്റ് ടേസ്റ്റുള്ള സാധനമാണ്. ആക്ച്വലി എനിക്ക് അൽഫോൺസിനേക്കാൾ ഇഷ്ടം അതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ നിങ്ങൾ അതും ട്രൈ ചെയ്യണേ. നമ്മൾ ഈ ആഫ്രിക്കയിലൊക്കെ പോകുന്ന നേരത്തും ഏകദേശം ഇതേപോലത്തെ അവിടുത്തെ ആനിമൽസിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലും നമുക്ക് പറ്റും. ശരിക്കും നമ്മുടെ രാജ്യം എത്ര വൈവിധ്യം നിറഞ്ഞതാണല്ലേ, പല ഭൂപ്രകൃതി, പല കൾച്ചറൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയണത്, നമ്മൾ മാക്സിമം കഴിയാവുന്നത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ പലയിടത്തും ട്രാവൽ ചെയ്യുക. ഇന്ത്യയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ അധികം സ്ഥലങ്ങൾ. അപ്പം പുറത്തൊക്കെ പോകാൻ പറ്റുന്നവർ പുറത്തൊക്കെ പോവുക, പുറത്ത് പോകാൻ പറ്റുന്നവർ അവരവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ട്രാവൽ ചെയ്യുക. നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് കാണിക്കുക. വെറുതെ ഈ ബുക്കിലുള്ള സാധനങ്ങൾ പഠിപ്പിച്ച് അവരെ പിന്നെ TV അഡിക്ഷനൊക്കെ ആക്കണതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മൾ ചെറിയ ചെറിയ ട്രാവൽ കൂടി അവർക്ക് കൊടുക്കേണ്ട ലെസൺ. അപ്പോൾ അവർ ശരിക്കും എന്താണ് ഓരോ കാര്യങ്ങളിങ്ങനെ അറിയുകയാണ്. വിചാരിക്കും ചെറിയ കുട്ടികൾക്ക് എന്താണ് ട്രാവൽ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് മെമ്മറീസാണ്. പക്ഷേ നമ്മൾ അവിടെ പോകുന്ന ഓരോ ഫോട്ടോ എടുക്കുന്നതും ചെറിയ കുട്ടികളാണെങ്കിലും അവരുടെ മെമ്മറിയിലും ഉണ്ടാവും കേട്ടോ. ഞങ്ങളിങ്ങനെ പല സ്ഥലത്തും പോകുന്നിടത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ലാസ്റ്റ് ഇപ്പോൾ അവൻ്റെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞു, മോൻ്റെ ആ ബർത്ത്ഡേക്ക് പോയത് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള കൃഷ്ണേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ കൃഷ്ണേശ്വറിനോട് വളരെ അടുത്താണ് കൈലാഷ് മന്ദിർ, എല്ലോറ കേവ്സ് എന്നൊക്കെ പറയുന്നത്. എല്ലോറ കേവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഐ തിങ്ക് യുനെസ്കോയുടെ ഹെറിറ്റേജ് സൈറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല, ബട്ട് തോന്നുന്നു. അതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞത് മോണോലിത്തിക് സ്റ്റോണിൽ വന്നേക്കുന്നതാണ് ഈ കൈലാഷ് മന്ദിർ ഉണ്ടാക്കിയേക്കുന്നത്. കുറേ നമ്മുടെ എന്താ പറയുക കടന്നുകയറ്റ ആൾക്കാർ വന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നശിക്കാത്ത, ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അവിടെ അങ്ങനെ പൂജയും ഇതൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി വിസിറ്റ് ചെയ്യാം. നല്ല ഭംഗിയാണ് കാണാൻ. ഒരൊറ്റ സ്റ്റോണിൻ്റെ അത് മുകളിൽ നിന്ന് താഴത്തോട്ടാണ് കാർവ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഇത്രയും നൂറ്റാണ്ടുകൾ പുറകിൽ ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത്. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ കുറേ ഇതുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോക്കൽ ഗൈഡിനെയൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് കുറേ അധികം ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അതാണ് ഈ കപ്പിൻ്റെ പുറകിലുള്ള സ്റ്റോറി, ഗുജറാത്തിലെ സ്റ്റോറി. ഇനി പറയാനുള്ളത്, ഞാനേ കുടിക്കാത്ത എന്താണെന്ന് അറിയാമോ, എനിക്ക് അധികം ചൂടോടുകൂടി സാധനങ്ങൾ കുടിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി തണുത്തിട്ടേ കുടിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് അല്ലേ ഉണ്ടാക്കിയത്, ഇതിന് തന്നെ നമുക്ക് എന്താ പറയുക കോൾഡ് ആയിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഞാൻ വേറെ ദിവസം ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോൾ നിങ്ങളെ ഒരു കോഫിയുടെ ഇത് കാണിച്ചായിരുന്നു, പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് പറയാമേ. ഇതുണ്ടോ, ഞാൻ ആക്ച്വലി ഞാനും ഹസ്ബൻഡും അത്യാവശ്യം കോഫി കുടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുതിയ ഓരോ സാധനങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് ഈ സൗത്ത് കൂർഗ് കോഫി ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ ഈ ഫിൽറ്റർ കോഫി ഉണ്ടാക്കാനുള്ള മടിയൊക്കെ കൊണ്ടിട്ട് നമ്മളെപ്പോഴും ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ട്രൈ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അടുത്താണ് കോണ്ടിനെൻ്റൽ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് നല്ലൊരു സൗത്ത് ഫ്ലേവറുള്ള കോഫിയാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഡേവിഡോഫ്. കേട്ടിട്ടുണ്ടാകും, കോഫി ലവേഴ്സ് ഭയങ്കരമായിട്ട് കേട്ടിട്ടുണ്ടാകും. അത്യാവശ്യം നല്ലൊരു ഫേമസ് ബ്രാൻഡാണ്, നല്ലൊരു കോഫിയാണ്, നല്ലൊരു കോഫി. അതിൻ്റെ തന്നെ നല്ല ഈ ഡേവിഡോഫിൽ തന്നെ പല പല ഫ്ലേവേഴ്സ് ഉണ്ടാവും, നമുക്കറിയാമല്ലോ. അതിൽ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ബ്രസീൽ ഇതെന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഹോട്ട് ചോക്ലേറ്റിൽ കുറച്ച് കോഫി ഇതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും. ഇത് ചേർക്കാം, അല്ലെങ്കിൽ ഹേസൽനട്ടിൻ്റെ കോഫി ഉണ്ടാവും, അപ്പോൾ അത് ചേർക്കാം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ആഡ് ചെയ്തില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കി, വളരെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, ക്രീമി ഒരു കോഫി ലവേഴ്സിന് ശരിക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു കോഫി ബ്രാൻഡാണ് ഡേവിഡോഫ് ബ്രസീൽ റിച്ച് ആൻഡ് ബാലൻസ്ഡ്. നല്ലൊരു കോഫിയുടെ ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വേണം, നമ്മൾ ഹോട്ട് ചോക്ലേറ്റിൽ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതെന്ന് പറയാൻ ഹെർഷീസിൻ്റെ ഹോട്ട് ചോക്ലേറ്റ് മിക്സാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിച്ചായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ അകത്ത് നമുക്ക് ഷുഗർ വേണ്ട കേട്ടോ. ഇതിപ്പം നമുക്ക് നല്ല ഡാർക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. എനിക്ക് അത്രയും ഇത് വേണ്ട, അതുകൊണ്ടിട്ടാണ് ഞാൻ ആഡ് ചെയ്യാഞ്ഞത്. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് സാധാ അമൂലിൻ്റെ കൗ മിൽക്കാണ്. അതല്ല കുറച്ചും കൂടി ക്രീമി ഇത് വേണമെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇത് നമ്മൾ 1 സ്പൂൺ ആഡ് ചെയ്തില്ലേ, ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ അതിനൊന്നും നിന്നില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ഫുൾ ക്രീം മിൽക്കില്ലേ, അതൊഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്രീമി ഹോട്ട് ചോക്ലേറ്റ് കിട്ടും. എനിക്ക് പക്ഷേ നമ്മൾ വീട്ടിൽ കുടിക്കാൻ നേരത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് എനിക്ക് അത്രയും വേണ്ട, അതുകൊണ്ടിട്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ കാഡ്ബറീസിൻ്റെ വരണമുണ്ട്, പക്ഷേ നമ്മൾ റിവ്യൂ നോക്കിയപ്പോൾ ഹെർഷീസാണ് നല്ലതെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഹെർഷീസ് യൂസ് ചെയ്തു, വളരെ നല്ലതാണ്. ഇനി കാഡ്ബറീസ് ഞാൻ വേറെ ദിവസം ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഇടാം കേട്ടോ. അപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ റിവ്യൂ ഇടുന്നത് എനിക്ക് നല്ലതല്ല, നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിവ്യൂ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മക്ഡിയുടെ ഫസ്റ്റ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ മക്ഡിയുടെ ട്രൈ ചെയ്യുക. മക്ഡിയുടെ നല്ലതാണ് ഹോട്ട് ചോക്ലേറ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർബക്സ് എനിക്ക് ട്രൈ ചെയ്യണം, ഭയങ്കര നല്ലതാണെന്ന് എൻ്റെ ഹസ്ബൻഡ് പറയുന്നു. എനിക്കൊന്ന് ട്രൈ ചെയ്യണം, ഞാൻ ട്രൈ ചെയ്തിട്ട് നിങ്ങളോട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ ശരി, ബൈ.